ശരിക്കും ഹിപ്നോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു തരം ഇമാജിനേഷനാണ്. അപ്പോൾ നമ്മുടെ ഹിപ്നോട്ടിക് പവർ ഒന്ന് ശക്തിപ്പെടുത്താൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒരു 3 വ്യായാമമാണെന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. നിങ്ങൾ 2 ഫിംഗറുകൾ ഇങ്ങനെ അടുപ്പിച്ച് വെക്കുക. എന്നിട്ട് ഈ ഫിംഗറുകൾക്ക് നടുക്കിൽ അതിശക്തമായിട്ടുള്ളൊരു മാഗ്നറ്റ് ഉള്ളതായിട്ട് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക. അതിൻ്റെ കളർ എന്താണ്? വളരെ പവർഫുള്ളായിട്ട് നിങ്ങളുടെ ആ 2 വിരലുകളും അത് ആ മാഗ്നറ്റിലേക്ക് ഇങ്ങനെ ആകർഷിക്കപ്പെടുകയാണ്. ഒരു മാഗ്നറ്റിക് ഫോഴ്സ് അതിനുള്ളിൽ ഇങ്ങനെ ആക്കിയാണ് നിങ്ങളതിങ്ങനെ ഇമാജിൻ ചെയ്യുക. നിങ്ങൾക്ക് അതിനുള്ളിൽ അപ്പോൾ ആ ശക്തി ഫീൽ ചെയ്യാൻ പറ്റും, എല്ലാം ഫീൽ ചെയ്യാൻ പറ്റും. കാരണം ഞാനിത് പറഞ്ഞിരുന്നതെന്ന് പറയാം, നമ്മൾ ഹിപ്നോസിസ് ഉപയോഗിച്ച് എങ്ങനെ വെയിറ്റ് ലോസ് സാധ്യമാവാം എന്നുള്ള കാര്യങ്ങൾ അടുത്ത ദിവസങ്ങളിൽ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഓക്കെ. രണ്ടാമതായി നിങ്ങൾ ഇതേ കൈകൾ ഇങ്ങോട്ട് എടുക്കുക. ഈ കൈകൾക്കിടയിൽ ഇത് നല്ല പവർഫുള്ളായിട്ടുള്ളൊരു മാഗ്നറ്റിക് ബോൾ ഇങ്ങനെ ശക്തമായിട്ട് ഇതിങ്ങനെ ഡിപ്പിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. ശക്തമായിട്ട് മാഗ്നറ്റിക് ഫോഴ്സ് ശക്തമായിട്ട് അതിൻ്റെ കളർ നിരീക്ഷിക്കുക. അതിൻ്റെ ആ ശക്തി നിങ്ങൾ അനുഭവിച്ചറിയാതെ അതിങ്ങനെ നിങ്ങൾ അടുത്തോട്ട് വരുന്നതായിട്ട് ഇങ്ങനെ ഇമാജിൻ ചെയ്യുക. കണ്ടോ, നിങ്ങൾക്ക് ആ ഫോഴ്സ് അവിടെ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. ഇതാണ് ഇമാജിനേഷനിലൂടെ നമുക്ക് പലതും നേടിയെടുക്കാൻ പറ്റുമെന്ന് പറയുന്നത്. അടുത്തതായിട്ട് നിങ്ങൾ ഡോമിനൻ്റ് കൈ ഇങ്ങനെ വെക്കുക, മറ്റൊരു കൈ ഇങ്ങനെയും വെക്കുക. ഓക്കെ. എന്നിട്ട് നിങ്ങൾ ഇമാജിൻ ചെയ്യുകയാണ് നല്ല കളർഫുള്ളായിട്ടുള്ള ഒരു ഹീലിയം ബലൂൺ ഇങ്ങനെ മേലോട്ട് ആകാശത്തേക്ക് ഈ കൈകളിൽ നിന്ന് ഇങ്ങനെ ഉയർന്ന് പോവുകയാണ്. അപ്പോൾ അതിങ്ങനെ നിങ്ങളിങ്ങനെ പിടിച്ച് നിൽക്കുന്നതായിട്ട് നിങ്ങൾ ഇമാജിൻ ചെയ്യുക. ആ ബലൂണിൻ്റെ കളർ ഇമാജിൻ ചെയ്യുക. ആ ബലൂണിൻ്റെ ആ ശക്തി നിങ്ങൾ ഫീൽ ചെയ്യാതെ ഏതാണ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ ഫീൽ ചെയ്യുക. ജസ്റ്റ് ഇമാജിൻ. ഈ നോൺ ഡോമിനൻ്റ് ആയിട്ടുള്ള ഈ കൈകളിൽ നിങ്ങൾ ശക്തമായുള്ള ഒരു പുസ്തകം വെച്ചിരിക്കുന്നു. ആ പുസ്തകം നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ ഭാരം ഫീൽ ചെയ്യുക. ഭാരം കൂടി വരുന്നു. ആ ഭാരം കൂടി വരുന്നു. ആ ബുക്കിൻ്റെ ഭാരം ഇങ്ങനെ കൂടി വരുമ്പോൾ ഇങ്ങനെ താഴോട്ട് പോകുമ്പോൾ നിങ്ങൾ മേലോട്ട് പിടിച്ച് നിൽക്കുന്നു. ഇപ്പം എന്താ സംഭവിച്ചത്? നിങ്ങളുടെ മൈൻഡ് നിങ്ങൾക്ക് റിയൽ ആയിട്ടുള്ള ഒരു സംഭവം കാണിച്ചു തരികയാണ് ഉണ്ടായത് അല്ലേ? നിങ്ങൾ ഈ ഇമാജിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അറിഞ്ഞില്ല, നിങ്ങൾ ജസ്റ്റ് ഇത് ഭാവനയെ കാണുകയാണ് എന്നുള്ളത്. എങ്ങനെയാണോ ഒരു റിയൽ ആയിട്ടുള്ളൊരു കാര്യത്തെ നമ്മൾ അനുഭവിക്കുന്നത് അതേപോലുള്ളൊരു ഫീലിംഗ് നിങ്ങൾക്ക് ഉണ്ടാക്കി തരികയാണ് ചെയ്തത്. ഇതാണ് നമ്മൾ ഹിപ്നോസിസിലൂടെ ചെയ്യുന്നത്. ഓക്കെ. ബി ഹെൽത്തി. ബൈ.